മറ്റുള്ളവരെ അസ്വസ്ഥമാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. അതൊരു മിനിമം മര്യാദയാണെന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു മെയിൽ വന്നു. ഒരു 60 വയസ്സുള്ള ആൻറ്റിയുടെ മെയിലാണ്. ടീച്ചറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായി. ആൻറ്റി എന്നോട് പറഞ്ഞ ഒരു കാര്യം, പണ്ടുണ്ടായ ഒരു ഇൻസിഡൻറ്റ് ഇപ്പോഴും മനസ്സിൽ നിന്ന് മായാതെ ഒരു മുറിവായി അവശേഷിക്കുന്നു എന്നുള്ളതാണ്. ആ ആൻറ്റി പറഞ്ഞത്, വിവാഹശേഷം ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ വിരുന്നിന് പോയപ്പോൾ അവിടെയുള്ള ഒരു സ്ത്രീ എല്ലാവരുടെയും മുന്നിലായിട്ട് നിന്ന് പറഞ്ഞു, ഇതെന്താ പെൺകുട്ടിയുടെ മുഖത്ത് മുഴുവൻ കറുത്ത പാടാണല്ലോ, ഇതെന്താ ഇങ്ങനെ, ഇതിന് മരുന്നൊന്നും ചെയ്തില്ലേ എന്ന്. അപ്പോൾ പണ്ട് മുതലേ അവരുടെ മുഖത്ത് ഇതുപോലെയുള്ള കറുത്ത പാടുകൾ ഉണ്ടായിരുന്നു. ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് മുഖത്ത് ഉണ്ടായതാണ്. പക്ഷേ ഇന്നും ഈ ഒരു 60-ാം വയസ്സിൽ പോലും അത് ഓർക്കുമ്പോൾ ഒരു വേദനയാണ് തോന്നുന്നതെന്ന്. ആ ട്രോമ ഇന്നും മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്ന്. ചില വാക്കുകൾ നമ്മൾ പറഞ്ഞിട്ട് മറന്നു പോകും. പക്ഷേ അത് കേട്ട ആളിന് ജീവിതകാലം മുഴുവൻ മറക്കാനാവാത്ത ഒരു മുറിവായി അത് മാറും. സൗന്ദര്യം കുറയാം, പ്രായം കൂടാം, പക്ഷേ ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസം തകർക്കാനുള്ള അവകാശം ആർക്കുമില്ല. അതിനാൽ നമ്മൾ പറയുന്ന ഓരോ വാക്കും ഒരാളുടെ മനസ്സിൽ മുറിവാകാതെ മരുന്നാകാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങളുടെ മുഖം നല്ലതുപോലെ ബ്രൈറ്റ് ആകാനും മുഖത്തെ പാടുകളും ഡൾനെസ്സും ഒക്കെ മാറ്റി മുഖം നല്ലവണ്ണം തിളങ്ങാൻ സഹായിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐ എം കുക്കു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായി നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് കുറച്ച് പാലാണ്. തിളപ്പിക്കാത്ത പച്ചപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് പാലാണ് ആവശ്യമായിട്ടുള്ളത്. രണ്ടാമതായി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പാൽപ്പൊടിയാണ്. ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ അമൂലിൻ്റെ മിൽക്ക് പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി മൂന്നാമതായി നമുക്ക് ആവശ്യം കുറച്ച് കോൺഫ്ലോർ ആണ്. സ്കിൻ സോഫ്റ്റ് ആകാനും ഡ്രൈനെസ് മാറാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കോൺഫ്ലോർ. അപ്പോൾ ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഫേസ് പാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. കൈയെടുക്കാതെ ഇളക്കണം. ഇത് അടിയിൽ പിടിക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഇതിലെ പാൽ സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ കൊടുക്കുകയും ബ്രൈറ്റ്നസ് നൽകുകയും ഡൾനെസ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. അതുപോലെ പാൽപ്പൊടി സ്കിന്നിനെ സോഫ്റ്റ് ആക്കാനും നാച്ചുറൽ ഗ്ലോ കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. കോൺഫ്ലോർ ഇവിടെ സ്മൂത്ത് ടെക്സ്ചർ നൽകുകയും ഡ്രൈനെസ് ഒക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ കണ്ടോ, ഇത് സ്ലോലി തിക്കാകാൻ തുടങ്ങി. ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി. ഇത് കംപ്ലീറ്റ്ലി തിക്കാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. ഇപ്പോൾ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്കിനി 1 ടീസ്പൂൺ അലോവേറ ജെൽ ചേർക്കാം. അലോവേറ ജെൽ സ്കിന്നിന് സ്മൂത്തനിങ് എഫക്റ്റ് നൽകുകയും കൂടാതെ ഡാർക്ക് സ്പോട്ടും ഡൾനെസ്സും ഒക്കെ മാറാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം കുറച്ച് സാഫ്രോൺ കൂടി ചേർക്കാം. ഇത് സ്കിന്നിനൊരു നാച്ചുറൽ ബ്രൈറ്റ്നസ് നൽകാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ കണ്ടോ, നമ്മുടെ ഫേസ് പാക്ക് റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇത് നല്ലതുപോലെ ക്ലീനായ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഒരു 30 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്യാവുന്നതുമാണ്. നിങ്ങളുടെ മുഖം നല്ലതുപോലെ ബ്രൈറ്റനപ്പ് ആകാനും തിളങ്ങാനും ഈ ഒരു ഫേസ് പാക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഇത് നിങ്ങളുടെ മുഖം നല്ലവണ്ണം ബ്രൈറ്റനപ്പ് ആകാനും ഗ്ലോ ആകാനും അതേപോലെ തന്നെ ഡാർക്ക് സ്പോട്ടും ഡൾനെസ്സും ഒക്കെ മാറ്റാനും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3-4 പ്രാവശ്യം അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ലതുപോലെ വാഷ് ചെയ്ത ക്ലെൻസ് ചെയ്ത ഫേസിൽ വേണം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്ത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് മുഖം വാഷ് ചെയ്യാവുന്നതാണ്. വാഷ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുഖത്ത് ഒരു
മോയ്സ്ചറൈസർ കൂടി അപ്ലൈ ചെയ്യുക. പിന്നെ പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സമ്മർ ടൈമാണ്, പുറത്ത് നല്ല ചൂടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് സൺസ്ക്രീൻ ഉപയോഗിച്ചിരിക്കണം. നിങ്ങൾ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ കൂടിയും സൺസ്ക്രീൻ നിർബന്ധമായിട്ടും ഉപയോഗിച്ചിരിക്കണം. ഈ ഒരു സമയത്ത് പിഗ്മെൻറ്റേഷനും അതുപോലെ ഡൾനെസ്സും ഒക്കെ മുഖത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ടാൻ അടിക്കാനൊക്കെ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ്റെ കാര്യം നിങ്ങൾ മറന്നു പോകാനേ പാടില്ല. പിന്നെ അതുപോലെ തന്നെ എല്ലാ ആഴ്ചയിലും നിങ്ങൾ കുറഞ്ഞത് ഒരു 2 തവണയെങ്കിലും ഒരു ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുക. നമ്മുടെ മുഖത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെയൊക്കെ ഒരു പരിഹാരമാകാൻ അത് സഹായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യുന്നു, അപ്പോൾ അത്രത്തോളം റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ചില വാക്കുകൾ നമ്മളെ തകർക്കും. പക്ഷേ നമ്മൾ നമ്മളെ തിരിച്ചറിയുമ്പോൾ ആ വാക്കുകൾക്ക് ശക്തിയില്ലാതെയാകും. അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജീവിതത്തിൽ. സെൽഫ് ലവ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതം മുഴുവൻ നിങ്ങൾ പിന്തുടരേണ്ട ഒരു കാര്യമാണ്. നിങ്ങളെ മറന്നു പോകുമ്പോഴാണ് പലപ്പോഴും നമുക്ക് വേദനകൾ ഉണ്ടാവുന്നത്, മറ്റുള്ളവരുടെ വാക്കുകൾ നമ്മളെ വേദനിപ്പിക്കുന്നത്. നമ്മുടെ വാല്യൂ നമുക്കറിയാമെങ്കിൽ മറ്റൊരാളുടെ വാക്കുകളിൽ നമ്മൾ തളർന്നു പോകില്ല, നമ്മൾ വേദനിക്കില്ല. അപ്പോൾ അത് എല്ലായ്പ്പോഴും നിങ്ങൾ ഓർത്തുകൊള്ളുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.